ഇന്ന് രാവിലെ നല്ല മഴയാണ്. പണിക്ക് പോയ ഞാൻ അതുകൊണ്ട് തിരികെ പോരേണ്ടി വന്നു. ഇപ്പൊ സമയം 9 മണി ആയിരിക്കുന്നു. ഞാനിപ്പോ നിൽക്കുന്നത് മുണ്ടക്കയത്താണ്. കുറച്ച് ദിവസമായുള്ള ആഗ്രഹമാണ് തമിഴ്നാട് പോകണമെന്ന്. എന്തായാലും ഇന്ന് മെനക്കേടാണ്. നേരെ തമിഴ്നാടിന് വിട്ടേക്കാം എന്ന് മനസ്സിൽ തീരുമാനിച്ചു. മുന്നിൽ കാണുന്ന ബോർഡിൽ മധുര, തേനി, കമ്പം എന്ന് എഴുതിയിരിക്കുന്നു. കമ്പം വരെ പോയി തിരിച്ചു വരാനുള്ള കാശേ കയ്യിലുള്ളൂ. അപ്പോൾ ഇന്ന് എൻ്റെ യാത്ര മുണ്ടക്കയത്ത് നിന്നും കമ്പത്തേക്കാണ്. കമ്പത്തേക്കുള്ള യാത്രയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുണ്ടക്കയത്ത് നിന്നും 57 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുമളിയിലെത്തും. കേരള തമിഴ്നാട് അതിർത്തിയിലെ ചെറിയൊരു പട്ടണമാണ് കുമളി. മുണ്ടക്കയത്ത് നിന്നും കുമളി കൂടി കമ്പത്തേക്ക് പോകാനാണ് എളുപ്പം. 6.5 കിലോമീറ്റർ സഞ്ചരിച്ച് കൊടുകുത്തി വ്യൂ പോയിന്റിന്റെ അവിടെ വണ്ടി നിർത്തി. ഇവിടെ നിന്നും താഴേക്കുള്ള കാഴ്ച പ്രത്യേക ഭംഗിയാണ്. ചെറുതും വലുതുമായ ഒരുപാട് മലകൾ കാണാം. ഭൂരിഭാഗം മലകളിലും റബ്ബർ തോട്ടങ്ങളാണ്. റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയെടുത്ത് കൈതകൃഷിയും ചെയ്തിരിക്കുന്നു. രാവിലെ 7 മണിയൊക്കെ ആകുമ്പോൾ വരികയാണെങ്കിൽ കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന മലകളെ മറച്ചുകൊണ്ട് കോടമഞ്ഞ് നിറഞ്ഞിരിക്കും. ഇവിടെ മിച്ചം അവശേഷിക്കുന്ന മഞ്ഞാണ് ഈ കാണുന്നത്. ഇത് കണ്ടാൽ കാട്ടുതീയിൽപ്പെട്ട മരങ്ങൾക്ക് മുകളിലൂടെ ഉയരുന്ന പുകയാണെന്നേ തോന്നൂ. റോഡിന് താഴ്ഭാഗത്തെ കാഴ്ചകളെ മറച്ചുകൊണ്ട് ഇവിടെ മുഴുവനും റബ്ബർ തോട്ടമായിരുന്നു. റീപ്ലാന്റേഷന്റെ ഭാഗമായി റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റിയപ്പോൾ രൂപപ്പെട്ട കാഴ്ചയാണിത്. മലകൾക്കപ്പുറത്തുനിന്നും വീശുന്ന ഇളം കാറ്റും കൊണ്ട് വിദൂര കാഴ്ചകൾ കണ്ട് ഇവിടെ നിൽക്കാൻ നല്ല രസമാണ്. കുറെ അധികം ദൂരം സഞ്ചരിച്ച് ഞാനിപ്പം വന്ന് നിൽക്കുന്ന റോഡിന്റെ വശത്തായി കാണുന്നത് AVT കമ്പനിയുടെ തേയിലത്തോട്ടമാണ്. ഉയരം കുറഞ്ഞ ചെറിയ കുന്നുകളെ തേയിലച്ചെടി കൊണ്ട് പുതച്ചിരിക്കുന്നു. വിശാലമായ പച്ചപ്പാർന്ന പ്രദേശം. അതിന് പുറകിലെ ആകാശവും കൂടി ചേരുമ്പോൾ ഭംഗി അല്പം കൂടും. തേയിലച്ചെടികൾ ഓരോന്നും കുറഞ്ഞ അകലം പാലിച്ചാണ് നട്ടിരിക്കുന്നത്. തണുപ്പുള്ള പ്രദേശത്താണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. 40 മുതൽ 50 വർഷം വരെ ഇതിൽ നിന്നും കൊളുന്തു നുള്ളാൻ സാധിക്കും. അല്പം ദൂരം മുന്നോട്ട് വന്നപ്പോൾ കരടിക്കുഴി എന്ന ബോർഡ് കണ്ട് വണ്ടി നിർത്തി. തേയിലത്തോട്ടത്തിന് നടുവിൽ ഒരു ഗ്രാമം. അങ്ങകലെ കാണുന്നത് AVT കമ്പനിയുടെ ഔട്ട്ലെറ്റ് ആണ്. ഈ കാണുന്നതെല്ലാം അവരുടെ തേയിലത്തോട്ടമാണ്. കുന്നിൻ ചെരുവിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളാണ്. ഈ എസ്റ്റേറ്റിന്റെ ഉള്ളിലോട്ട് ഒരുപാട് ലയങ്ങളുണ്ട്. അവിടേക്ക് പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത്. ഉയരം കുറഞ്ഞ തേയിലക്കുന്നുകൾക്ക് നടുവിലായി ഒരു കുളം. കൃഷിക്കാവശ്യമായ വെള്ളം ഇതിൽ നിന്നാണ് പമ്പ് ചെയ്യുന്നത്. ഏകദേശം കുമളി അടുക്കാറായപ്പോൾ കണ്ട പമ്പിൽ നിന്നും പെട്രോൾ അടിച്ച് യാത്ര തിരിച്ചു. 11:15 കുമളി എത്തി. ഈ കാണുന്നത് കുമളി ബസ് സ്റ്റാൻഡ് ആണ്. നേരെ മുന്നിൽ കാണുന്നത് കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റും. ചെക്ക് പോസ്റ്റും കടന്ന് തമിഴ്നാട്ടിൽ പ്രവേശിച്ചു. എന്റെ തൊട്ടു പുറകിൽ തിരക്കേറിയ കുമളി ടൗൺ ആണ്. എന്നാൽ മുന്നിലുള്ള തമിഴ്നാടിന്റെ ഭാഗം വനപ്രദേശമാണ്. കടകളോ വീടുകളോ ഒന്നുമില്ല. ആകെയുള്ളത് ഈ ബസ് സ്റ്റാൻഡ് മാത്രമാണ്. ബസ്സിൽ വന്നിറങ്ങുന്നവർ കുമളി ലക്ഷ്യമാക്കി നടക്കുകയാണ്. കുമളിയിൽ നിന്നും കുറെ അധികം ദൂരം പിന്നിട്ടിരിക്കുന്നു. വനത്തിന് നടുവിലൂടെയുള്ള ചുരം പാതയാണിത്. കുമളിയിൽ നിന്നും 8 കിലോമീറ്റർ ഈ പാതയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ തമിഴ്നാടിന്റെ ജനവാസ മേഖലയിൽ എത്തൂ. ഇതിലൂടെയുള്ള യാത്ര കേരളത്തിലെ ഏതോ വനപാതയിലൂടെ പോകുന്നതായി തോന്നും. നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് തമിഴ്നാടിന്റെ നിരപ്പായ ഭൂപ്രകൃതിയാണല്ലോ. വഴിയരികിൽ കണ്ടതാണ് കൂറ്റൻ 2 പാറക്കല്ലുകൾ. റോഡിലേക്ക് വീഴാറായി നിൽക്കുന്നത് പോലെ തോന്നും. അതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ആ മരമാണെന്നേ തോന്നൂ. മരച്ചില്ലകൾക്കിടയിലൂടെ തമിഴ്നാടിന്റെ പരന്ന ഭൂപ്രകൃതി കാണാൻ കഴിയുന്നുണ്ട്. അധിക ദൂരം പിന്നിടുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു കാഴ്ച കണ്ടു വണ്ടി നിർത്തി. 4 കൂറ്റൻ പെൻസ്റ്റോക്ക് പൈപ്പുകൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും ജലം തമിഴ്നാട്ടിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോകാനാണിവ. തമിഴ്നാട്ടിലെ കഠിന വരൾച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളായ മധുര, രാമനാഥപുരം, ദിണ്ടിഗൽ, കമ്പം, തേനി എന്നീ പ്രദേശങ്ങൾക്ക് കാർഷിക ആവശ്യങ്ങൾക്കായാണ് ഇതിലൂടെ വെള്ളം കൊണ്ടുപോകുന്നത്. പൈപ്പുകൾ പാലത്തിന്റെ അടിയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ നിന്നാൽ തമിഴ്നാടിന്റെ വിശാലമായ പ്രദേശവും ശ്രദ്ധിച്ചു നോക്കിയാൽ കൃഷിയിടങ്ങൾക്കിടയിൽ ജനവാസ മേഖലയും കാണാം. വ്യൂ പോയിന്റിൽ നിന്നും കുറച്ചധികം പിന്നിട്ടപ്പോൾ കണ്ടതാണ് വഴിവക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ കോവിൽ. കാടിന്റെ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന കോവിലിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നത് കൂടുതലും ഇതുവഴി കടന്നു പോകുന്ന യാത്രക്കാരാണ്. കുത്തനെയുള്ള ഇറക്കവും വളവുകളും സഞ്ചരിച്ച് മലയുടെ താഴ്ഭാഗത്ത് എത്താറായപ്പോൾ ലെവൽ റോഡായിരിക്കുന്നു.
ഞാനിപ്പം കടന്നു പോകുന്നത് ലോവർ ക്യാമ്പിലൂടെയാണ്. ഇനി അങ്ങോട്ടുള്ള തമിഴ്നാടിന്റെ പരന്ന ഭൂപ്രദേശം ഇവിടെ നിന്നും ആരംഭിക്കുന്നു. അല്പം പഴമ സമ്മാനിക്കുന്ന ഗ്രാമമാണ് ലോവർ ക്യാമ്പ്. റോഡിന് വശങ്ങളായി പഴക്കമേറിയ വലിയ മരങ്ങൾ. ഗ്രാമത്തിന് നടുവിലായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആൽമരം. അതിന് ചുവട്ടിലായി ചെറിയൊരു ക്ഷേത്രം. ക്ഷേത്രത്തെ ചുറ്റി വിശാലമായ മുറ്റം. മുറ്റത്തുകൂടി കളിച്ചു നടക്കുന്ന കുട്ടികൾ. മാലകെട്ടുകാരനോട് കുശലം പറഞ്ഞിരിക്കുന്ന ഗ്രാമീണർ. ഗ്രാമത്തിലെ ഒട്ടുമിക്ക കടകളുടെയും മേൽക്കൂര തകരശീറ്റ് വിരിച്ചതാണ്. വലിയൊരു മലയുടെ അടിവാരത്തിലായിട്ടാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇത്തരം പഴക്കം ചെന്ന കടകൾ തമിഴ്നാട്ടിലും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും അല്പം ദൂരം പിന്നിട്ടപ്പോൾ അംബേദ്കർ കോളനി എന്നൊരു ബോർഡ് കണ്ടു വണ്ടി നിർത്തി. തികച്ചും സാധാരണക്കാരിൽ സാധാരണക്കാർ താമസിക്കുന്ന ഇടം. റോഡിനു മറുവശത്ത് കൃഷിസ്ഥലങ്ങളാണ്. മലനിരകളും അതിനു തൊട്ടു മുൻപിലായി പടർന്നു കിടക്കുന്ന കൃഷിസ്ഥലവും. കൃഷിയിടങ്ങൾക്ക് മുകളിലൂടെ വീശുന്ന ചെറുകാറ്റ് എന്നെ തട്ടിക്കടന്നു പോകുന്നു. മുന്നോട്ടു പോകും തോറും വിവിധ തരത്തിലുള്ള കൃഷിയിടങ്ങളാണ് കാണാൻ കഴിയുന്നത്. വേറെയൊന്നുമല്ല, മലയാളികളുടെ സ്വന്തം തെങ്ങും പ്ലാവും. പ്ലാവ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിരിക്കുകയാണ്. പ്ലാവിലെല്ലാം ചക്കയുമുണ്ട്. ഈ മാസം ജൂലൈ ആണ്. നാട്ടിൽ ചക്ക സീസൺ കഴിയുന്ന കാലം. എന്നാൽ തമിഴ്നാട്ടിലാണെങ്കിൽ വർഷം മുഴുവൻ സീസൺ ആണെന്ന് തോന്നുന്നു. ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെയുള്ളതാണല്ലോ. ഇത് ചെന്തെങ്ങിന്റെ കുലകളാണ്. പക്ഷെ ഇളം കാറ്റിൽ തേങ്ങാക്കുല ആടുന്നില്ല. ഞാൻ ആ ഭാഗത്തു നിന്നാണ് വന്നത്. ഈ കാണുന്ന പോക്കറ്റ് റോഡിലൂടെ ഒന്ന് പോയി നോക്കാം. പോക്കറ്റ് റോഡിലൂടെ വന്നു ചേരുന്നത് ഇതുപോലൊരിടത്താണ്. തെങ്ങിൻതോപ്പാണ്. ഒരുപാട് ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നു. പറമ്പിന് നടുവിലായി ഇങ്ങനൊരു ഷെഡ് കാണാം. കാവൽ നിൽക്കുന്നവർക്കുള്ളതായിരിക്കും. അവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയൊന്നും ചെയ്യാതെ കാട് പിടിച്ച് കിടക്കുകയാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. ഇതിലൂടെ വീശുന്ന ചെറു കാറ്റ് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തണുപ്പിക്കുന്നു. ഈ വഴി വന്ന് അവസാനിക്കുന്നത് ഇതുപോലൊരിടത്താണ്. ശ്മശാനമാണോ എന്നൊരു സംശയം. വന്ന ഇടം സൂപ്പറാണ്. തമിഴ്നാട്ടിലെ ഇതുപോലെയുള്ള പുഴകൾ ഉണ്ടോ എന്നും നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ഇത് കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ജലമാണ്. നേരത്തെ കണ്ട പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ വരുന്ന വെള്ളം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഒഴുക്കി ഇങ്ങനെ വിടുന്നു. ഇനിയാണ് ഇതിന്റെ യഥാർത്ഥ ഉപയോഗം നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഇനിയും കടന്നു പോകുന്ന പ്രദേശത്തെ പച്ചപ്പിന് ആധാരം ഈ വെള്ളമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് കൊണ്ട് ഏറ്റവും ഗുണം കിട്ടിയിരിക്കുന്നത് തമിഴ്നാട്ടുകാർക്കാണ്. നമുക്ക് ആകെയുള്ള നേട്ടം തേക്കടി തടാകം മാത്രമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചതിന് ശേഷം രൂപപ്പെട്ട തടാകമാണല്ലോ തേക്കടി. ചുറ്റും കാടാണ്. വെള്ളത്തിന്റെ ഇരമ്പലും മുന്നിലുള്ള ശ്മശാനവും കൂടി ആകുമ്പോൾ ആർക്കാണെങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ പേടി തോന്നും. ഞാൻ പേടിക്കാതെ നിൽക്കുന്നതിന്റെ കാരണം ശ്മശാന തിണ്ണയിൽ രണ്ട് സ്ത്രീകൾ സംസാരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. തിരികെ മെയിൻ റോഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അധിക ദൂരം പിന്നിടുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു സ്ഥലം കണ്ടു വണ്ടി നിർത്തി. വലിയൊരു മാവിൻ തോട്ടം. നിറച്ച് മാങ്ങകൾ കായ്ച്ചു നിൽക്കുന്നു. കാവൽക്കാരുടെ ഷെഡ് കാണാം. തോട്ടത്തിൽ പട്ടി കിടക്കുന്നുണ്ട്. അനുവാദം കൂടാതെ കയറി ചെല്ലുന്നത് മോശമാണ്. ആരെയും കാണുന്നുമില്ല. മുൻപ് കണ്ട വെള്ളം ചെറു കനാലുകളിലൂടെ ഒഴുക്കി അവിടെ നിന്ന് പൈപ്പുകളിലൂടെ പമ്പ് ചെയ്ത് ഇങ്ങനെ കൃഷിക്കായി ഓരോരുത്തരും ഉപയോഗിക്കുന്നു. തിരികെ പോകാൻ ഞാൻ തുടങ്ങിയപ്പോൾ അകത്തുനിന്നും വന്ന ഒരാൾ എന്നെ കണ്ടു. എന്റെ തലയിൽ ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് ബൈക്കിലാ വന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നോട് ചോദിച്ചു, ഊണ് മേടിക്കാൻ അടുത്ത ടൗൺ വരെ പോവുകയാണ്, ബൈക്കിലൊന്ന് അവിടെ ഇറക്കാമോ എന്ന്. ഞാൻ സമ്മതിച്ചു. ഞാൻ ചോദിച്ചു, തോട്ടം ഒന്ന് കയറി കണ്ടോട്ടെ എന്നും. വരാൻ പറഞ്ഞ് എന്നെ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് മാങ്ങ പറിച്ച് തരാൻ പോവുകയാണ് അദ്ദേഹം. ഒരുപാട് മാങ്ങ കേടായി പൊഴിഞ്ഞു നിലത്ത് കിടക്കുന്നുണ്ട്. ഇത്തരം മാങ്ങ ഒരുപാട് പഴുത്താൽ കേടാകും. അതുകൊണ്ട് ഇടത്തരം പഴുപ്പുള്ള മാങ്ങ നോക്കി പോവുകയാണ് ആശാൻ. 3-4 മാങ്ങ പറിച്ച് എനിക്ക് തന്നിട്ട് ചോദിച്ചു, ഇനി വേണോ എന്ന്. ഞാൻ പറഞ്ഞു വേണ്ട എന്ന്. നനഞ്ഞിടം വീണ്ടും വീണ്ടും കുഴിക്കുന്നത് ശരിയല്ലല്ലോ. തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവിടുത്തുകാരോട് അടുത്ത് ഇടപഴകുമ്പോൾ ഇവരെക്കുറിച്ച് തെറ്റായി ധരിച്ചു വെച്ച ചിന്തകളെല്ലാം മാറും. പുള്ളിയെ ഞാൻ ഈ സ്ഥലത്ത് ഇറക്കി വിട്ടു. കമ്പത്തിന് മുൻപുള്ള ഗൂഡല്ലൂർ എന്ന ചെറു പട്ടണമാണ് ഇത്. എല്ലാം നല്ല വീതിയുള്ള വഴികൾ. വഴികൾക്ക് ഇരുവശമുള്ള മരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയിരിക്കുകയാണ്. ഒരു ഗുഹയ്ക്കുള്ളിലൂടെ കടന്നു പോകുന്ന പ്രതീതി.
ഇവിടെ നിന്നും കമ്പത്തിന് 8 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഇപ്പോൾ വന്നു നിൽക്കുന്നത് ജെനീസ് മുന്തിരിപ്പാടത്തിനടുത്താണ്. നല്ല തിരക്കാണ്. ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന 90% വണ്ടികളും മലയാളികളുടേതാണ്. തണലുള്ള ഇടത്ത് ബൈക്ക് വെച്ചിട്ട് നേരെ മുന്തിരിപ്പാടത്തേക്ക്. ഇതാണ് മുന്തിരിപ്പാടത്തേക്ക് പ്രവേശിക്കാനുള്ള പ്രധാന വഴി. ഇരുവശത്തും കച്ചവട സ്ഥാപനങ്ങൾ. ഈ മൺവഴിയുടെ ഇരുവശവും മുന്തിരിച്ചെടികളാണ്. വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. കൊലകൊലയായി മുന്തിരികൾ തൂങ്ങിക്കിടക്കുന്നു. മുന്തിരിക്ക പഴുത്ത് പാകമാകുന്നതിന് മുമ്പുള്ള കാഴ്ച ഇങ്ങനെയാണ്. വിശാലമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന മുന്തിരി കൃഷി. ചെടിയുടെ ഇലകൾ തളിരിട്ട് നിൽക്കുന്നു. മുൻപോട്ട് പോയാൽ പഴുത്ത മുന്തിരിങ്ങകൾ കാണാൻ കഴിയും. അവിടെ നിന്ന് കണ്ടിറങ്ങിയവർ പറഞ്ഞതാണ്. മുന്തിരിപ്പന്തലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നിടത്ത് മുന്തിരി പറിക്കരുതെന്ന് ബോർഡ് കാണാം. ഞാൻ അങ്ങനെ മുന്തിരിച്ചെടിയുടെ അടിയിലൂടെ നടക്കുകയാണ്. തലയ്ക്ക് മുകളിലായി തൂങ്ങിക്കിടക്കുന്ന മുന്തിരിക്കുലകൾ കാണാൻ നല്ല ഭംഗിയാണ്. സമയം 1 മണി ആയിരിക്കുന്നു. പുറത്ത് കഠിനമായ വെയിലാണ്. ഇതിനടിയിലൂടെ നടക്കുമ്പോൾ വെയിലിന്റെ തീവ്രത കുറവാണ്. നല്ല ഫ്രഷ് മുന്തിരിങ്ങകൾ. അറിയാതെ കൈ അടുത്തേക്ക് പോകും. പുറത്തിരിക്കുന്ന ബോർഡ് അപ്പോൾ ഓർമ്മയിൽ വരണം. ഫോട്ടോ എടുക്കുന്നതിന് സന്ദർശകർക്ക് അനുമതിയുണ്ട്. യാതൊരു ഫീസും ഈടാക്കുന്നില്ല. നിയന്ത്രണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഇത്രയും ഫേമസ് ആവാൻ കാരണം. ഉച്ചവെയിലിൽ തിളങ്ങി നിൽക്കുന്ന കുലകൾ. ആളുകൾക്ക് ഇതിനടിയിലൂടെ നടക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും നല്ലൊരു വിനോദമാണ്. ഇത് മുൻകൂട്ടി കണ്ട് ഇതിന്റെ ഉടമകൾ സൗകര്യമൊരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇടനിലക്കാർ ഇല്ലാതെ ഇവിടെ വിളയുന്നതിന്റെ പകുതിയും ഇവിടെ വരുന്നവർക്ക് തന്നെ വിൽക്കാൻ കഴിയുന്നു. ബാക്കിയുള്ളവയാണ് പുറം സ്റ്റേറ്റുകളിലേക്ക് കയറ്റി അയക്കുന്നത്. വെളുപ്പിനെ തൊട്ട് തുടങ്ങുന്ന സന്ദർശകരുടെ വരവ് സന്ധ്യ വരെ നീളുന്നു. ഇങ്ങനെ 365 ദിവസവും ഇവിടെ ഉത്സവ പ്രതീതിയാണ്. മുന്തിരിച്ചെടിയുടെ നിഴലുകളെ ചവിട്ടിക്കൊണ്ട് ഞാൻ പുറത്തേക്ക് പോവുകയാണ്. ചുറ്റുമുള്ള മലനിരകൾക്ക് നടുവിൽ വിശാലമായ പ്രദേശത്താണ് മുന്തിരിപ്പാടം വ്യാപിച്ചു കിടക്കുന്നത്. ഉത്സവ പ്രതീതിയാണെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. ഇവിടെ സന്ദർശിക്കാൻ വന്നവരുടെ വാഹനങ്ങളാണ് ഈ കാണുന്നത്. ഒരു പുളിമരപ്പറമ്പിൽ വണ്ടി നിർത്തി. പണിക്ക് പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുപോയ ചോറും ഇവിടെ ഇരുന്ന് അങ്ങ് കഴിച്ചു. മുന്തിരിപ്പാടത്തിന് പുറത്തുള്ള കടയിൽ നിന്നും വാങ്ങിയ കുപ്പിവെള്ളത്തിൽ പാത്രവും കൈയും കഴുകി. കുറച്ച് വിശ്രമത്തിന് ശേഷം യാത്ര വീണ്ടും തുടർന്നു. കമ്പത്തിന് ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ദൂരമുണ്ട്. കമ്പം അടുക്കാറായിരിക്കുന്നു. പുളിമരത്തണലിലെ വഴിയോര കച്ചവടങ്ങളാണിത്. കമ്പം എത്തിയിരിക്കുന്നു. കമ്പം പട്ടണത്തിന്റെ തുടക്ക ഭാഗങ്ങൾ ഇങ്ങനെയാണ്. പട്ടണത്തിലേക്ക് കയറിയപ്പോൾ തന്നെ ആളുകളുടെ തിരക്കും റോഡുകളും കൂടിക്കൂടി വന്നു. തേനി ജില്ലയിലെ 3ാമത്തെ വലിയ പട്ടണമാണ് കമ്പം. തമിഴ്നാട്ടിലെ ബൈക്ക് യാത്രികർ ആരും തന്നെ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. തമിഴ്നാട്ടിൽ തുടങ്ങിയാൽ പൊട്ടാൻ സാധ്യതയുള്ള ഒരേ ഒരു ബിസിനസ് ഹെൽമെറ്റ് കടയായിരിക്കും. വഴിയരികിലെ കടയിൽ കണ്ടതാണ്. ഒറ്റ നോട്ടത്തിൽ മനസ്സിലേക്ക് വന്ന പേര് മരപ്പച്ച എന്നാണ്. പണ്ട് ഞാൻ സ്ലേറ്റ് തുടയ്ക്കാൻ ഇത് മരത്തിൽ നിന്നും പറിച്ചിട്ടുണ്ട്. ഇതിനു മാത്രം കൂട്ടിയിട്ട് വിൽക്കാൻ എന്താണ് ഇതിന്റെ ഉപയോഗം? തമിഴ്നാട്ടിലെ ഏതൊരു പട്ടണത്തിലാണെങ്കിലും ആൽമരം കാണാൻ കഴിയും. പലതരത്തിലുള്ള കച്ചവടക്കാർ. ബേക്കറി പലഹാരങ്ങൾ വീട്ടിലുണ്ടാക്കി കടകളിൽ കൊണ്ട് വിൽക്കുന്ന ആൾ, അതും സൈക്കിളിൽ. ടൗണിനുള്ളിലെ ചെറിയ ഓട്ടോ സ്റ്റാൻഡ്. ടൗണിന് പുറത്ത് സ്ഥലങ്ങളിൽ നെല്ല്, തെങ്ങ്, കരിമ്പ്, മുന്തിരി, നിലക്കടല എന്നിവയും വലിയ തോതിൽ കൃഷിയുണ്ട്. കൂടാതെ വിവിധ ഇനം പഴങ്ങളും പച്ചക്കറികളും. ഇതെല്ലാം വിറ്റഴിക്കാൻ തെരഞ്ഞെടുക്കുന്നത് കമ്പം പട്ടണത്തെയാണ്. കേരളം ഉൾപ്പെടെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഇവിടുത്തെ വിഭവങ്ങൾ കയറ്റി അയക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കൃഷിയും അതുമായി ബന്ധപ്പെട്ട കച്ചവടവും കൊണ്ട് മാത്രം വളർന്ന പട്ടണം. കമ്പവും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കവേ റോഡിന് മറുവശത്തായി ഒരു നെൽപ്പാടം കാണാൻ കഴിയുന്നുണ്ട്. റോഡിൽ നിന്നും നെൽപ്പാടത്തിന്റെ അടുത്തേക്ക് എത്തി. വിശാലമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടം. ഇത് മുല്ലപ്പെരിയാറിലെ വെള്ളമാണ്. കമ്പം, തേനി, ഡിണ്ടിഗൽ എന്നീ പ്രദേശങ്ങളിലെ ഏതൊരു കൃഷിസ്ഥലത്തും മുല്ലപ്പെരിയാറിലെ വെള്ളം കാണാൻ കഴിയും. ഒഴുക്കിക്കൊണ്ടുപോകുന്ന ജലം പൂർണ്ണമായും ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ട കനാലിൽ നിന്നും വെള്ളം പാടത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പാടത്തിന്റെ നടുവിലായി ഒരു മൺപാത. മൺപാത ചെന്ന് അവസാനിക്കുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ്. നമ്മുടെ ഉത്രാളിക്കാവ് പോലെ തമിഴ്നാട്ടിൽ ഒരു സ്ഥലം. ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റോഡിന്റെ ഒരു വശത്തെ പാടത്ത് ഞാറ് നട്ട് കഴിഞ്ഞിരിക്കുന്നു. മറുവശത്തെ കണ്ട ഉഴുതുമറിച്ച് വെള്ളം കയറ്റിയിട്ടിരിക്കുന്നു. താഴ്ന്നു വീശുന്ന കാറ്റു ആസ്വദിച്ച് വരമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. കാറ്റത്ത് ആടി ഉലയുന്ന നെൽച്ചെടികൾ. ഇതുപോലെ കാറ്റും മഴയും വെയിലും ഏറ്റുവളർന്ന്
വലുതാകുമ്പോൾ അതിൽ വിളയുന്ന നെൽമണികളിൽ നിന്നാണ് നമുക്ക് ആവശ്യമായ അരി ലഭിക്കുന്നത്. തെളിഞ്ഞ ആകാശവും ഉയരം കൂടിയ മലനിരകളും വിശാലമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന നെൽവയലുകളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഇവിടെ വീശുന്ന കാറ്റിന്റെ ശക്തി അറിയണമെങ്കിൽ ജലനിരപ്പിലെ ഓളങ്ങൾ കണ്ടാൽ മനസ്സിലാകും. കനാലുകളിൽ നിന്നും വെള്ളം പാടത്തിന്റെ എല്ലാ വശത്തേക്കും കൊണ്ടുപോകാനുള്ള ചെറിയ ചാലുകളാണിവ. അകലക്കാഴ്ചയിൽ ഒറ്റ നിരപ്പിൽ വിശാലമായ പാടമാണെന്ന് തോന്നുമെങ്കിലും തട്ടായി തിരിച്ചവയാണിവ. ഇത് പാടത്തിന്റെ ഒരു വശത്തായി വിത്ത് പാകിയിരിക്കുകയാണ്. വിത്ത് ചെടികളായി വളർന്നതിന് ശേഷമാണ് ഇതിൽ നിന്നും പറിച്ച് നിശ്ചിത അകലത്തിൽ നടുന്നത്. ഇങ്ങനെ നടുന്നതിനെ ഞാറ് നടുക എന്ന് പറയും. പതിയെ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പോകുകയാണ്. വിശാലമായ നെൽപ്പാടത്തിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന കൊച്ചു ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ രൂപവും അതിനു നൽകിയിരിക്കുന്ന നിറവും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പരിസരവും എല്ലാം കൂടി ആകുമ്പോൾ മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ക്ഷേത്രമുറ്റത്തെ മരങ്ങളിൽ നോക്കിയാൽ മനസ്സിലാകും ഇവിടെ വീശുന്ന കാറ്റിന്റെ ശക്തി. ഇവിടെ നിന്നും നോക്കിയാൽ കണ്ണെത്തുന്ന ദൂരത്തിൽ ഒരാളെ പോലും കാണാനില്ല. ഇത്രയും വിശാലമായ പ്രദേശത്ത് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ക്ഷേത്രമുറ്റത്തു നിന്നും നോക്കിയാൽ മുൻവശത്തെ കാഴ്ച ഇതൊക്കെയാണ്. ചിത്രകഥാ പുസ്തകങ്ങളിൽ കണ്ടിട്ടുള്ള മലകളെ പോലെ തോന്നും. മലകൾക്ക് മുന്നിൽ കുറ്റിച്ചെടി പോലെ കാണുന്നത് തെങ്ങിൻതോപ്പാണ്. ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. പണി പൂർത്തിയായ ശേഷം ഒന്നും കൂടി ഇവിടെ വരണമെന്ന് മനസ്സിൽ തീരുമാനിച്ചു. ഈ പാടം കൊയ്യുന്ന സമയത്ത് വരികയാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ ഭംഗിയായിരിക്കും. ഈ പച്ചപ്പൊക്കെ മാറി കൊയ്യുന്ന സമയത്ത് നെൽച്ചെടികൾ നല്ല മഞ്ഞ നിറത്തിലായി കാണാൻ കഴിയും. കമ്പത്തേക്ക് തിരികെ പോകേണ്ടത് ആ വഴിയെയാണ്. ആ വഴിക്ക് സമാന്തരമായി പോകുന്ന ഈ മൺറോഡിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് പോകണമെന്ന് തോന്നി. പാടശേഖരത്തിന്റെ അരികിലൂടെയാണ് ഈ വഴി നീളുന്നത്. കുറെ അധികം മുന്നോട്ട് വന്നപ്പോഴുള്ള കാഴ്ച ഇങ്ങനെയാണ്. കനാലും റോഡും നെൽവയലുകളും മലനിരകളും കുട്ടനാടൻ പ്രദേശവുമായി സാമ്യം തോന്നുന്ന ഇടം. കാഴ്ചകൾ ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. ഒറ്റ കൈകൊണ്ട് ബൈക്ക് ഓടിക്കുകയും ഒരു കൈകൊണ്ട് ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് വിഷ്വൽസിന് കുലുക്കം അനുഭവപ്പെടുന്നത്. പോരാത്തതിന് മൺറോഡും കൂടിയാണല്ലോ. മുന്നോട്ട് ചെല്ലുന്തോറും പറയത്തക്ക കാഴ്ചകളൊന്നുമില്ല. ഗ്രാമപ്രദേശങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്നവരാണെങ്കിൽ തമിഴ്നാടിന്റെ ഇതുപോലെയുള്ള ഇടങ്ങൾ നല്ല അനുഭവമായിരിക്കും സമ്മാനിക്കുന്നത്. 4 മണി വെയിലുവേറ്റ് മേഞ്ഞു നടക്കുന്ന ആടുകൾ. ഉടമസ്ഥരെ കൂടെ കാണാനില്ല. ഇതിലൂടെയെല്ലാം നടന്ന് വയറ് നിറച്ച് സന്ധ്യയ്ക്ക് മുൻപേ ഇവ തിരിച്ചു പോകുമായിരിക്കും. വഴിയരികിലെ പുളിമരം കണ്ടു വണ്ടി നിർത്തിയതാണ്. മരച്ചോട്ടിൽ വീണ് കിടക്കുന്ന ഉണക്കച്ചുളികൾ പിറക്കിയെടുക്കുന്നു ചിലർ. എന്താണ് ഉപയോഗം എന്നറിയില്ല. കനാലിലെ വെള്ളത്തിൽ കന്നുകാലികളെ കുളിപ്പിക്കുന്നവരും തുണി അലക്കുകാരെയും അലക്കിയ തുണി വിരിച്ചിട്ടിരിക്കുന്നതും കാണാം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും കൊണ്ടുവരുന്ന വെള്ളമാണിത്. കൃഷിക്ക് മാത്രമല്ല എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത്. കേരളത്തിൽ നിന്നും വെള്ളം കിട്ടാതെയിരുന്നാൽ ഈ പ്രദേശമെല്ലാം പഴയ കാലത്തെ പോലെ വരണ്ടുണങ്ങി കാട്ടുമുൾച്ചെടികൾ തിങ്ങി നിറഞ്ഞിരിക്കും. ഗ്രാമപ്രദേശത്തോട് വിട പറഞ്ഞു കമ്പത്തേക്കുള്ള പ്രധാന പാതയിൽ കയറി. ഇവിടെ നിന്നും കുമളിക്ക് 28 കിലോമീറ്റർ ആണ് ഉള്ളത്. തിരികെ വീട്ടിലേക്ക് പോകുകയാണ്. 4.5 കിലോമീറ്റർ ആയതേ ഉള്ളൂ. കുറച്ചുകൂടി മുന്നോട്ട് പോയി കാഴ്ച കാണണം എന്നുണ്ട്. പക്ഷെ ഫോണിന്റെ ചാർജ് തീരാറായി. കമ്പം ടൗണിന് പുറത്തിറങ്ങി കുമളി ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഗ്രൗണ്ടിന്റെ പേര് ക്യാപ്റ്റൻ ഗ്രൗണ്ട് കമ്പം എന്നാണ്. നടൻ വിജയകാന്തിനോടുള്ള ആദരസൂചകമായി നൽകിയ പേരും. മുന്തിരിപ്പാടത്തെ കാഴ്ചക്കാരുടെ തിരക്ക് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ഒന്ന് ഇറങ്ങി കണ്ടതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങുന്നില്ല. വഴിയരികിലെ പറമ്പിൽ കണ്ടതാണ്. വിശാലമായ പ്രദേശത്ത് മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ. അങ്ങനെ കേരളം അടുക്കാറായിരിക്കുന്നു. മലനിരകൾ അടുത്തായി കാണാൻ കഴിയുന്നു. ലോവർ ക്യാമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ഈ മലനിരയും കൃഷിസ്ഥലങ്ങളുമാണ്. ഇവിടെ നിന്നും കുമളിക്ക് 7 കിലോമീറ്റർ ദൂരമാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടം തൊട്ട് തമിഴ്നാടിന്റെ നിരപ്പായ റോഡ് അവസാനിക്കുന്നു. മുൻപോട്ട് കയറ്റവും വളവുകളുമാണ്. അങ്ങോട്ട് പോയപ്പോൾ ഈ ക്ഷേത്രം കണ്ടിരുന്നു. ഇത് ചുരൻ റോഡ് അരികിൽ സ്ഥിതി ചെയ്യുന്ന വഴിത്തുണൈ മാതാ കുരിശടിയാണ്. ഫോണിലെ ചാർജ് തീരാറായതുകൊണ്ട് അധിക സമയം ഇവിടെ ചെലവഴിക്കാതെ യാത്ര തുടർന്നു. ഇതുപോലുള്ള നിരവധി ഹെയർ പിൻ വളവുകൾ കയറി വേണം നമുക്ക് കുമളിയിലെത്താൻ. ദിനംപ്രതി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന തിരക്കുള്ള പാതയാണിത്.
ഇവിടെ അല്പം വിശ്രമത്തിന് ശേഷം യാത്ര തുടർന്നു. അധികം വൈകാതെ തന്നെ കുമളിയോട് അടുത്തിരിക്കുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ അതിർത്തി ചെക്ക് പോസ്റ്റ് കാണാം. എപ്പോഴും സജീവമായിരിക്കുന്ന അതിർത്തി പട്ടണമാണ് കുമളി. മുണ്ടക്കയം ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഫോൺ ഓഫാകും. ഇവിടെ നിന്നും മുണ്ടക്കയത്തിന് 56 കിലോമീറ്റർ ദൂരമുണ്ട്. മുണ്ടക്കയത്തിൽ നിന്നും 5 കിലോമീറ്റർ സഞ്ചരിച്ചാലേ വീട്ടിലെത്തൂ. ഈ യാത്രയിൽ 350 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചത്. അടിച്ച പെട്രോൾ മുഴുവനും ചെലവായിട്ടില്ല. വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം പണിക്ക് പോകാനുള്ളതും കൂടിയുണ്ട്. ഇന്ന് നമ്മൾ നടത്തിയത് ഒരു ചെറിയ യാത്രയാണ്. യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഒന്ന് നോക്കിക്കേ. എന്നിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകില്ല എന്ന് എനിക്കറിയാം. താങ്ക് യു. വിസിറ്റ് അഗെയിൻ. ഇവിടെ സന്ദർശിച്ചു മടങ്ങുന്നവരോട് തമിഴ്നാട് പറയുന്നതാണ്. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. നന്ദി. വീണ്ടും ചാനൽ സന്ദർശിക്കുക.